എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ട് നഴ്സിംഗ് കോഴ്സുകളിലേക്ക് മാത്രമായി നടത്തിയിട്ടുണ്ടായിരുന്ന 16th സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. അതായത് നവംബർ 17-ാം തീയതി അവസാനിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നവംബർ 17-ാം തീയതിക്കകം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ, അതായത് നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്ക് മാത്രമായിട്ടായിരുന്നു ഈ ഒരു 16ാമത്തെ അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നാളെ, അതായത് നവംബർ 17-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു കാര്യം, നിലവിൽ ഞാൻ നഴ്സിംഗ് കോഴ്സിൽ ഒരു കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ആ ഒരു സീറ്റ് എനിക്ക് തീരെ, അതായത് ആ ഒരു കോളേജ് വേണ്ട, കോളേജ് ഇഷ്ടപ്പെട്ടിട്ടില്ല, അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് മറ്റ് കോളേജിലേക്ക് മാറാൻ പറ്റുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇനി നഴ്സിംഗ് കോഴ്സിലേക്ക് ഇനി സ്പോട്ട് അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റോ ഉണ്ടെങ്കിൽ മാത്രമാണ് മാറാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലാതെ നേരിട്ട് മറ്റൊരു കോളേജിലേക്ക് മാറുന്നതിനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല. അതായത് നഴ്സിംഗ് കോഴ്സുകളിലേക്ക് വേണ്ടി മാത്രമായി നടത്തുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് പങ്കെടുത്തുകൊണ്ട് അങ്ങനെ കോളേജ് മാറുന്നതിനായിട്ട് സാധിക്കുന്നു. അതായത് അങ്ങനെ മാറാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. അതുപോലെ കോളേജിൽ അഡ്മിഷൻ നേടേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2025 നവംബർ 17-നകം അഡ്മിഷൻ എടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നവംബർ 17 എന്ന് പറയുമ്പോൾ നാളെയാണ്, അതായത് തിങ്കളാഴ്ചയാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിശ്ചിത സമയത്തിനുള്ളിൽ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികളെ പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുന്നതല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യുക. ഇനി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തേത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ തന്നെ ഈ ഒരു ടോക്കൺ ഫീ റെസീറ്റും. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയും ടോക്കൺ ഫീ റെസീറ്റും ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഇതുകൂടാതെ മറ്റ് ഡോക്യുമെൻറ്റ്സ് കൂടി വേണം. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ LBSൻ്റെ നഴ്സിംഗ് വെബ്സൈറ്റ് ആയിട്ടുള്ള lbscenter.in/nursing and paramedical 2025/index.aspx എന്നുള്ള ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുക. സൈഡിലായിട്ടുള്ള മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോവുക. അതിനുശേഷം വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്തെടുത്ത് വെരിഫൈ ചെയ്യുക. പിന്നീട് നിങ്ങളുടെ രജിസ്ട്രേഷൻ ID-യും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവിടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക്, അതായത് അവിടെ അലോട്ടഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു അലോട്ടഡ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഈ ഒരു 16ാമത്തെ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള നഴ്സിംഗ് കോളേജ് ഏതാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാകും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന് നേരെയായിട്ട് ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ള ലിങ്ക് ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി ടോക്കൺ ഫീ റെസീറ്റാണ്. ടോക്കൺ ഫീ റെസീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത പേജിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് മെനു ബാർ കാണാം, ഇതേപോലെ മെനു ബാർ കാണാം. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അലോട്ട്മെൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അലോട്ട്മെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്സ് അതുപോലെ തന്നെ ടോക്കൺ ഫീ റെസീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ടോക്കൺ ഫീ റെസീറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ടോക്കൺ ഫീ റെസീറ്റ് പേജിലേക്ക് പോകാവുന്നതും അവിടെ നിന്നും വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു ടോക്കൺ ഫീസിൻ്റെ റെസീറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതുമാണ്. ഇനി ഇതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇനി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സമയത്ത് വിദ്യാർത്ഥികൾ കോളേജിൽ എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയ കോളേജിൽ നിന്നാണ് ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് അഡ്മിഷനായിട്ട് പോവേണ്ടത്. അതുപോലെ തന്നെ നിലവിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഓൾറെഡി മറ്റ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ച ശേഷം പിന്നീട് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് BSc നഴ്സിംഗ് കോഴ്സുള്ള ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും അഡ്മിഷൻ സമയത്ത് എടുക്കേണ്ട മറ്റ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടാണ്. അതുപോലെ അടുത്തത് അലോട്ട്മെൻറ്റ് മെമ്മോയാണ്. അത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിലിടാം. അത് അടുത്തത് ടോക്കൺ ഫീ റെസിപ്റ്റ്, അടുത്തത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ്. അത് നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അത് മതിയാകും. അതുപോലെ തന്നെ അടുത്തത് നിങ്ങളുടെ TC, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് 6 മാസം വാലിഡിറ്റി ആണുള്ളത്. അതുപോലെ തന്നെ അടുത്തത് നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ്. അടുത്തത് നിങ്ങൾ +2 തുല്യത പഠിച്ചവരാണെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അല്ലാത്തവർക്ക് വേണ്ട. അതുപോലെ തന്നെ അടുത്തതായിട്ട് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. ഇത് നിങ്ങൾക്ക് നിങ്ങൾ +2 പഠിച്ച
കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട, കേരളത്തിന് പുറത്തുള്ള ബോർഡുകളിൽ പഠിച്ചവർക്കാണ് ആവശ്യമായിട്ടുള്ളത്. അടുത്തത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരും. അതിൽ നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ്, വിഷൻ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് രേഖപ്പെടുത്തുക. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെടുത്ത വാക്സിനേഷൻ. ഇത് വിദ്യാർത്ഥികൾക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെടുത്ത വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്തത് ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് ആൻറ്റി റാഗിംഗ് സർട്ടിഫിക്കറ്റ്. അത് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമല്ല. അത് വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റ്. അതുപോലെ നിങ്ങൾ SC, അതുപോലെ തന്നെ ST, അതുപോലെ തന്നെ OEC വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാത്തവർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ SC, BC, OBC വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റാണ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ EWS വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്. ഇതിൻ്റെ കൂടെ ഏകദേശം ഒരു 90,000 രൂപ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇനത്തിൽ വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ, ഈ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ നഴ്സിംഗ് കോളേജിൽ നാളെ, അതായത് നവംബർ 17-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളെ പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതല്ല, അതായത് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.